ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ പുതിയ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആരൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് ആയിട്ട് വരാമെന്നും അതുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിരിക്കുന്ന ടേമാണ്. നമ്മുടെ കമ്പനിയിലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസേഴ്സ് ഒരു 9 യൂസേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ടുഡേയ്സ് ഫസ്റ്റ് ടോപ്പിക് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂസേഴ്സിൻ്റെ അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും കുറേ സർവീസസ് മാനേജ്മെൻറ്റിലായാലും ശരി, എംപ്ലോയീസിന്, ദെൻ ഷെയർ ഹോൾഡേഴ്സിനെ, കസ്റ്റമേഴ്സിനെ, സപ്ലയേഴ്സിനെ അവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അത് തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ യൂസേഴ്സ് പഠിച്ചാൽ തന്നെ, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ തന്നെ ഇത് എളുപ്പമാണ്. അപ്പോൾ അതായത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് ദ മാനേജ്മെൻറ്റ് വിത്ത് മോർ ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒന്നാമത്തെ പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കലാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ടു പ്രൊവൈഡ് ദ മാനേജ്മെൻറ്റ് വിത്ത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സെക്കൻഡ് വൺ ഈസ് collective bargaining by employees in respect of salary, facilities, promotion, etc. അതായത് നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ എന്ത് വേണം, പുതിയ ഫെസിലിറ്റീസ് വേണം, പ്രൊമോഷൻ വേണം, അവരുടെ ഗ്രീവൻസസ് കംപ്ലയിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, ദെൻ സാലറിയിൽ ഇൻക്രീസ് വേണം. അതൊക്കെ ബാർഗെയിൻ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കലാണ് അടുത്തത് പറയുന്നത്. കാരണം അവർക്ക് എപ്പോഴൊക്കെയാണ് ഇത് ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടിയാലാണ്. കമ്പനി ലാഭത്തിലാണ് ഓടണമെന്ന് അറിഞ്ഞാലാണ് അവർക്കൊക്കെ ഇത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കണമെങ്കിൽ അവർക്ക് എന്ത് നോക്കിയാൽ മതി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് ബൈ എംപ്ലോയീസ് ഇൻ റെസ്പെക്ട് ഓഫ് സാലറി, ഫെസിലിറ്റീസ്, പ്രൊമോഷൻ, ഗ്രീവൻസസ്, എക്സെട്ര. നെക്സ്റ്റ് വൺ, ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ വയബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അതും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അവരാദ്യം നോക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കമ്പനിയുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിലാണ് അവർ ആ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ, അല്ലെങ്കിൽ അവരത് സ്കിപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഹെൽപ്പ് ദ ലെൻഡേഴ്സ് ടു ഡിസൈഡ് വെദർ ടു ഗ്രാൻഡ് എ ഡെപ്റ്റ് ഓർ നോട്ട്. അതുപോലെ തന്നെ ലെൻഡേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കമേഴ്ഷ്യൽ ബാങ്ക്സ് ആരായിക്കോട്ടെ, അവർക്കും നമ്മളിപ്പോൾ ഒരു ലോണിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരാദ്യം ചോദിക്കുക കമ്പനിയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് കമ്പനിക്ക് ലോൺ കൊടുക്കണോ കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുക. കാരണം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനി ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ ലോൺ കൊടുത്താലും അവർ തിരിച്ചടക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അതാണ് അടുത്തതെന്ന് പറയുന്നത്. ഹെൽപ്പ് ദ ലെൻഡേഴ്സ് ടു ഡിസൈഡ് വെദർ ടു ഗ്രാൻഡ് ഡെപ്റ്റ് ഓർ നോട്ട്. Then help the suppliers in assessing the credit worthiness of the firm. സപ്ലയേഴ്സിന് നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമുക്കറിയാം. സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ചാൽ നമ്മൾ റെഡി ക്യാഷ് കൊടുക്കില്ല. ക്രെഡിറ്റിനായിരിക്കും ഒട്ടുമിക്ക കേസസും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് സെയിൽ അവരെ അലൗ ചെയ്യണമെങ്കിൽ അവർ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കും. കാരണം ഇയാളിപ്പോൾ റോ മെറ്റീരിയൽ മേടിച്ചു കൊണ്ട് പോയി അയാൾ തിരിച്ചടക്കില്ലേ എന്നൊരു ഉറപ്പ് സപ്ലയർക്ക് കിട്ടണം. ആ ഉറപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ്. അതാണ് ഹെൽപ്പ് ദ സപ്ലയേഴ്സ് ഇൻ അസസിങ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി. ദെൻ ഹെൽപ്പ് ദ കസ്റ്റമേഴ്സ് ടു എൻഷുവർ ദ സ്റ്റഡി സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ഫ്യൂച്ചർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് പെർട്ടിക്കുലർ ബ്രാൻഡിനോട് താല്പര്യമുണ്ട്, പക്ഷേ ആ ബ്രാൻഡ് എനിക്ക് ഫ്യൂച്ചറിലും കിട്ടുമോ കിട്ടില്ലെന്ന് അറിയാനായിട്ട് എന്ത് നോക്കിയാൽ മതി? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അതിൽ നോക്കിയിട്ട് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കമ്പനി കുറച്ച് നാളത്തേക്കൊക്കെ നിലനിന്നോളും എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിലനിൽക്കില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ കസ്റ്റമേഴ്സിനെ അവർക്ക് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്. ദെൻ ഹെൽപ്പ് ദ കോമ്പറ്റീറ്റേഴ്സ് ടു കമ്പയർ ദെയർ പെർഫോമൻസ് ആൻഡ് ടു ഡെവലപ്പ് സ്ട്രാറ്റജി. കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ദേ ക്യാൻ കമ്പയർ. നമ്മുടെ ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് കമ്പയർ ചെയ്യുന്നത് എങ്ങനെ നോക്കിയിട്ടാണ്? രണ്ട് പേരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്തിട്ടാണ്. സപ്പോസ് കഴിഞ്ഞ വർഷത്തെ 2018-19 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 കമ്പനിയുടെയും എടുക്കുക. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. ഏതാണോ അങ്ങനെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആരുടെ കമ്പനിയാണ് നല്ലതെന്ന്
കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ഓവർകം ചെയ്യാനായിട്ട് എന്തെല്ലാം സ്ട്രാറ്റജീസാണ് അവർ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനും പറ്റും. അതാണ് കോമ്പറ്റീറ്റേഴ്സിനെ സഹായിക്കുന്നത്. Then help the general public to know the influence of the company on the economy, environment and local community. ജനറൽ പബ്ലിക്കിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ടു നോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി കമ്പനി ഓൺ ദി എക്കണോമി. നമുക്കറിയാം എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനി എത്രമാത്രമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമേ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ഷെയർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റ് ഫ്രീ ആണോ, എക്കോ ഫ്രണ്ട്ലി ആണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്പനീനെ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് നോക്കിയാൽ മതി, നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ മതി. അതാണ് ജനറൽ പബ്ലിക്കിനുള്ള ഉപകാരം. Then next one is help the government to determine the correctness of tax. ഗവൺമെൻറ് എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ദെൻ ആ പ്രോഫിറ്റ് അനുസരിച്ചുള്ള ടാക്സ് ആ കമ്പനി അടയ്ക്കുന്നില്ല അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കണക്ക് കിട്ടും. അതാണ് ഗവൺമെൻറ്റിനുള്ള ഹെൽപ്പ് ടു ഡിറ്റർമിൻ ദ കറക്റ്റ്നെസ് ഓഫ് ടാക്സ്. അവർ അടച്ച ടാക്സ് കറക്റ്റ് തന്നെയാണോ അല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then help the non-governmental organization to frame their policies and plan of action. Non-governmental organization അവരുടെ പ്ലാൻസ് ഓഫ് ആക്ഷനും പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ത് നോക്കിയിട്ടാണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്. നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ച യൂസസ് തന്നെയാണ് ഇതിന് റിപ്പീറ്റ് വരുന്നത്. ഒബ്ജക്റ്റീവ് ആണ് വേറെ രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആൾക്കാർ എടുക്കാം, മാനേജ്മെൻറ്റ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, then lenders, suppliers, competitors, general public, government, അങ്ങനെ ഓരോരുത്തരും എടുത്തിട്ട് അവർക്ക് എന്താണ് ഇതിനുകൊണ്ടുള്ള ഹെൽപ്പ് അതൊക്കെ അത് നോക്കിയിട്ട് അത് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെലവൻറ്റ് മീൻസ് റെലവൻറ്റ് ഫോർ ദ പേർപ്പസ് ഫോർ വിച്ച് ദേ ആർ പ്രിപ്പയർഡ്. നമ്മൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തത് അതിന് അത് സ്യൂട്ട് ആവണം. അത് നമുക്ക് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ കുറേ പർപ്പസ് പഠിച്ചു അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിൽ പഠിച്ചു. കോമ്പറ്റീറ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് വർത്തിനെസ് മെഷർ ചെയ്യാൻ പറ്റുന്നു, എംപ്ലോയീസിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ ഗവൺമെൻറ്റിന് കറക്റ്റ്നെസ് ഓഫ് ടാക്സ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇതൊക്കെയാണ് മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതാണ് പറയുന്നത് റെലവൻറ്റ് ആയിരിക്കണം, കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും വേണം. ദെൻ ആക്യുറേറ്റ്, അതാണ് ഫുൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അബൌട്ട് ദി പെർഫോമൻസ്, പൊസിഷൻ, പ്രോഗ്രസ്, പ്രോസ്പെക്ട്സ് ഓഫ് ദി എൻട്രൻസ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് റെലവൻറ്റ് എന്ന് പറഞ്ഞത്. ആക്യുറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും കറക്റ്റുമായിരിക്കണം, കംപ്ലീറ്റുമായിരിക്കണം. നമ്മുടെ കമ്പനിയിൽ ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാക്കാനായിട്ട് പാടുള്ളൂ. ഉണ്ടാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് വെച്ച് നമ്മളതിൽ ഉണ്ടാക്കാനായിട്ട് പാടില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് കമ്പയറബിൾ. നമുക്കിത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഓരോ കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്താലാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏത് കാര്യമായാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ പ്രോഗ്രസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്, കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിന് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ കൊല്ലം ഒരേ ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒരേ ഫോർമാറ്റിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു കൊല്ലം ഒരു ഫോർമാറ്റ്, സെക്കൻഡ് ഇയർ വേറെ ഫോർമാറ്റ്, തേർഡ് ഇയർ വേറെ ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പാരിസൺ പറ്റില്ല, ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു കമ്പയർ. നമുക്ക് ഓരോ കൊല്ലത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെയൊക്കെ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് കമ്പയറബിൾ വിത്ത് പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
ദെൻ ഈസ് ഫോം. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരേ ഫോർമാറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ കൊല്ലം ഒരേ ഫോർമാറ്റിനെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓരോ കൊല്ലം ഓരോ ഫോർമാറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു കണ്ടിന്യൂസ് ജോബ് പോലെ തോന്നും ചെയ്യും. നേരത്തെ പറഞ്ഞാലും ഈസി കമ്പാരിസന് ഹെൽപ്പ് ചെയ്യും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടൈം. നമ്മൾ എപ്പോഴാണോ കൊടുക്കേണ്ടത് ആ സമയത്ത് കൊടുക്കണം. ഡിലേ ഇൻ പ്രിപ്പറേഷൻ ഓർ പ്രസൻറ്റേഷൻ വിൽ റെഡ്യൂസ് ദ യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. നമ്മൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അത് മാർച്ച് 31 വരെയാണ് നമ്മളെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വിതിൻ 10 ഡേയ്സിനുള്ളിലെങ്കിലും അത് പ്രിപ്പയർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് അതിന് യൂട്ടിലിറ്റി ഉണ്ടാവുക. അതായത് കുറേ നാൾ കഴിഞ്ഞാലും സെയിം ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടുക, പക്ഷേ അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി കുറയും. അപ്പോൾ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ഓൺ റൈറ്റ് ടൈം. ദ നെക്സ്റ്റ് വൺ ഈസ് ആക്സെപ്റ്റബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്താൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിത് ഓരോരുത്തർക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്, മാനേജ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിനൊക്കെ വിളിച്ചിരിക്കുന്ന പേരാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്താൽ എല്ലാവർക്കും അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ കൺസിസ്റ്റൻസി. ഇവിടെ കൺസിസ്റ്റൻ്റ് ഉദ്ദേശിക്കുന്നത് നോട്ട് എഫക്റ്റഡ് ബൈ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് പ്രൊസീജറൽ ചോയ്സസ്. പേഴ്സണൽ ബയാസ് ഒരിക്കലും ഇതിൻ്റെ പ്രിപ്പറേഷനിൽ വരാനായിട്ട് പാടില്ല. എന്താണോ റൂള്, എന്താണോ പ്രിൻസിപ്പിൾസ്, അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പേഴ്സണൽ ജഡ്ജ്മെൻറ്റും പേഴ്സണൽ ബയാസും ഒന്നും ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ഫോംസ്, കണ്ടന്റ്, ഡിസ്ക്ലോഷർ മെത്തേഡ്സ് എക്സെട്ര. അതായത് ഈ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഫോമിലും അതുപോലെ കണ്ടന്റിലും ഡിസ്ക്ലോഷറിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലും ഒക്കെ നമ്മൾ എന്താണോ കമ്പനീസ് ആക്ട് പറയണത് അത് പ്രകാരമായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മളെല്ലാം കമ്പനീസ് ആക്ട് 2013 വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? റെലവൻ്റ് ആയിരുന്നു. അതെന്തായിരുന്നു? ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ ദ പേർപ്പസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ആക്യുറേറ്റ്, ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഈസി ഫോർ കമ്പാരിസൺ. ദെൻ ഒരു പ്രീ ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഇൻ ദ ഫോംസ്. Then it should be presented in the right time. Then it should follow the gap principle. Consistency is not influenced by personal bias. Then comply with the legal requirements. That is Companies Act 2013. Okay. Next topic is corporate financial reporting. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പഠിച്ചത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് പഠിക്കാം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് ടു ദി എക്സ്റ്റേണൽ വേൾഡ്. നമ്മൾ നേരത്തെ പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പുറമത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മൾ നേരത്തെ അതിൻ്റെ യൂസേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത് അവർക്ക് പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസ് ടു ദി എക്സ്റ്റേണൽ വേൾഡ്. It is a process of producing statements that disclose an organization's financial status to management, investors, shareholders, etc. കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ കോമ്പറ്റീറ്റേഴ്സ്, then suppliers, banks എല്ലാവർക്കും. It is the process of producing statements that disclose a company's organization's financial status to management. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ പബ്ലിക്കിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
Then next is corporate financial reporting is an essential activity for all business. ഈ corporate financial reporting എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. It is an essential activity for all business. This form of accounting should provide investors and creditors with useful information that they can employ in making lending or investment decision. അപ്പോൾ ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻസും ഇങ്ങനെ പ്രോപ്പറായിട്ട് പീരിയോഡിക് ആയിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തിയാൽ ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ടു ഈച്ച് ആൻഡ് എവരി വൺ. നേരത്തെ പറഞ്ഞ ഓരോരുത്തർക്കും ഇത് വളരെയധികം ഉപകാരമാണ്. ഇവിടെ രണ്ടാൾക്കാരുടെ പേര് പറഞ്ഞു എന്നുള്ളൂ. ദിസ് ഫോം ഓഫ് അക്കൗണ്ടിങ് ഷുഡ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രെഡിറ്റേഴ്സിനെ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് തരണമെന്ന് ഡിസിഷൻ എടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് അതർ യൂസേഴ്സും ഉണ്ട്, അവർക്കൊക്കെ ഒരു രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. This form of accounting should provide investors and creditors with useful information that they can employ in making lending or investment decision. ഇനി കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മീനിങ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ കറക്റ്റ് മീനിങ് ആണ് ഇനി പറയാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് അലൗസ് കമ്പനീസ് ടു റെക്കോർഡ് ഓപ്പറേറ്റിംഗ് ഡാറ്റ and report accurate accounting standards at the end of each month, quarter and year. It is a series of activity that allows companies to record operating data. അവരുടെ റെഗുലർ ഡേ ടു ഡേ ഓപ്പറേഷനിലുള്ള ഡാറ്റ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണോ? ദാറ്റ് അലൗ കമ്പനീസ് ടു റെക്കോർഡ് ഓപ്പറേറ്റിംഗ് ഡാറ്റ. അവരുടെ ബിസിനസ് ഓപ്പറേറ്റിംഗ് ഡാറ്റ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റി ആണ്. ആൻഡ് റിപ്പോർട്ട് ആക്യുറേറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല അത് റിപ്പോർട്ടും ചെയ്യുക, അതായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആക്യുറേറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്, ക്വാർട്ടർ ആൻഡ് ഇയർലി. ഓരോ മാസം അതുപോലെ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും ഓരോ ഫിനാൻഷ്യൽ എൻഡിലും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റി. രണ്ട് കാര്യങ്ങൾക്ക് ഈ സീരീസ് ഓഫ് ആക്ടിവിറ്റിയിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരിക. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് ടു റെക്കോർഡ് ഓപ്പറേറ്റിംഗ് ഡാറ്റ. നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റിംഗ് ഡാറ്റ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിപ്പോർട്ടിംഗ് ഓഫ് ദീസ് ഡാറ്റ ടു ദ കൺസേൺഡ് പാർട്ടീസ്. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് റിപ്പോർട്ടിംഗ് ചെയ്യുക. അതിന് വേണ്ടി ചെയ്യുന്ന എ സീരീസ് ഓഫ് ആക്ടിവിറ്റിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് രണ്ടെണ്ണത്തിനും കൂടി വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്. ഇങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർസെപ്ഷൻ ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ആക്ടിവിറ്റി ഓഫ് ദി അക്കൗണ്ടിങ് എൻറ്റിറ്റി. നമ്മുടെ ബിസിനസ്സിനകത്ത് ഞാൻ പറഞ്ഞു റെക്കോർഡിംഗ് ഓഫ് റെഗുലർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് അതിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്ത് കാണിക്കണം? നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. Simplifying the perceived activities in such a manner that the database of the activities are available. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ബാക്കപ്സ് മീൻസ് ജേർണലും ലെഡ്ജറൊക്കെ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സെലക്ട് ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ബാക്ക് ബോൺ ആയ ഇൻഫർമേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അനലൈസിങ് ദ മോഡൽ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു സമ്മറൈസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദി ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ജനറലി ആക്സെപ്റ്റഡ് ഫോർമാറ്റും പ്രൊസീജിയറൊക്കെ സെലക്ട് ചെയ്യലാണ്. അത് വേറൊരു രീതിയിൽ പറഞ്ഞെന്നുള്ള അനലൈസിങ് ദ മോഡൽ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു സമ്മറൈസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദി ആക്ടിവിറ്റി. ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി അനാലിസിസ് ടു ദി യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് പ്രോഡക്ട്സ് ടു ഗൈഡ് ഡിസിഷൻ മേക്കേഴ്സ്.
ദെൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് ആവശ്യമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ 4 സ്റ്റെപ്പാണ് മെയിനായിട്ടും ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറയുക, ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഓർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസ് അവൈലബിൾ ആണെന്ന് ടെസ്റ്റ് ചെയ്യാം. ദെൻ ഏത് മെത്തേഡ് ഏത് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കുക. ദെൻ പ്രിപ്പയർ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കൺസേൺഡ് പാർട്ടീസിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. താങ്ക് യു.